ഗീതാമൃതം. മനസ്സിലാക്കൂ അർജുന എന്ന് പറയുക. അന്നേരം പൊതുവെ ആരാധന വരുമ്പോൾ നിവേദ്യം വരും അല്ലെ. ഇനി യജ്ഞങ്ങൾ ചെയ്യും, തപശ്ചര്യകൾ ചെയ്യും, ദാനധർമ്മങ്ങൾ ചെയ്യും. ഇത് മൂന്നും ഒരു വ്യക്തികളുടെ ലക്ഷണങ്ങളെ കുറിച്ചാണ് ഭഗവാൻ ഇനി അടുത്ത് പറയുന്നത്. നോക്കട്ടെ. സാത്വിക ഗുണങ്ങൾ ഉള്ള വ്യക്തികൾ കഴിക്കുന്ന ആഹാരത്തിന്റെ ലക്ഷണങ്ങൾ എന്തായിരിക്കാം? ആയു, സത്വ, ബലാരോഗ്യ. ശരീരത്തെ നിലനിർത്താൻ ഉപയോഗമുള്ളത്, ആയുസ്സിനെ വർദ്ധിപ്പിക്കുന്ന, സുഖപ്രീതി വർധന, നമുക്ക് സംതൃപ്തിയും സുഖവും നൽകുന്ന ആഹാരം, വിവർധന, രസയ, നല്ല രസമുള്ള. രസം എന്ന് പറഞ്ഞാൽ രസം ഉണ്ടാക്കുന്നതല്ല, തനിയ പദാർത്ഥത്തിൽ തന്നെ ഒരു രസമുണ്ട്. രസ്യ സ്നിഗ്ധ, അതിൽ സ്ഥിര ഹൃദയ, അത് കഴിക്കുമ്പോൾ തന്നെ നമുക്കൊരു ഹൃദയത്തിനൊരു സംതൃപ്തി ലഭിക്കും. അങ്ങനെയുള്ള ആഹാരം സാത്വിക പ്രിയ. നാവിന്റെ രുചി മാത്രമല്ല ഇവിടെ പറയുന്നത്, ശരീരത്തിനും മനസ്സിനും ഹൃദയത്തിനും ഒരു സമാധാനം ലഭിക്കുന്ന ആഹാരം, അതാണ് സാത്വിക ആഹാരം. പക്ഷേ പൊതുവെ നമ്മൾ ഇന്നത്തെ ആഹാര രീതി നോക്കിക്കഴിഞ്ഞാൽ നാവിന്റെ രുചിക്ക് മാത്രമേ കഴിക്കാറുള്ളൂ അല്ലേ. പക്ഷേ ശരീരത്തിനും ഹൃദയത്തിനും മനസ്സിനും നന്മ നൽകുന്ന ആഹാരമാണ് സാത്വിക ആഹാരം. ഇനി അടുത്ത് നമുക്ക് നോക്കാം. ഒരുപാട് കയ്പുള്ളത്, ഒരുപാട് പുളിപ്പുള്ളത്, ഒരുപാട് ഉപ്പ് ചേർത്തത്, അതി ഉഷ്ണ, ഒരുപാട് ചൂടോടുകൂടി, ഒരുപാട് എരിവുള്ളത്, വളരെയധികം കരിച്ച് പൊരിച്ചു വെക്കുന്നതും, അങ്ങനെയുള്ള വിദാഹീന ആഹാര രാജസസ്യ, അത് രജോ ഗുണത്തിലുള്ള, അതെപ്പോഴും നമുക്ക് ദുഃഖമേ നൽകൂ. ശോക ആമയ, പല രീതിയിലുള്ള രോഗത്തിലേക്ക് നമ്മളെ എത്തിക്കും. അങ്ങനെയുള്ള ഭക്ഷണമാണ് രാജസിക ഭക്ഷണം. ഓക്കെ. ഇനി യാഥായാമം, അതായത് ഭക്ഷണം കഴിച്ചിട്ട് ഒരു യാമം കഴിഞ്ഞു, ഏകദേശം ഒരു 3 മണിക്കൂർ കഴിഞ്ഞു. ഗതാരസം, രസമില്ലാത്തത്, രുചിയല്ല ഒതുങ്ങിയ രസം, അതിനകത്തൊരു രസമുണ്ട്. ഒരു ആഹാരം, അതിൻ്റെ ആ ഒരു രസം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു എനർജി, അതാണ് നമ്മളെ യഥാർത്ഥത്തിൽ നമ്മുടെ ശരീരത്തെ നിലനിർത്തുന്നത്. ആ രസം നഷ്ടപ്പെട്ടു, പൂതി, വളരെയധികം ദുർഗന്ധം വരുന്നു. പര്യുഷിതം, നശിച്ചു. ച യത്, ഉച്ഛിഷ്ടം, മറ്റുള്ളവർ കഴിച്ചതിൻ്റെ ഉച്ഛിഷ്ടം. അപി ച, അമേധ്യ, ഒരിക്കലും തൊടാൻ പാടില്ലാത്ത ഭോജനം. താമസപ്രിയം, തമോ ഗുണത്തിലുള്ളവർക്ക് ഇതൊക്കെയാണ് ഇഷ്ടം. നോക്കണേ. അന്നേരം ഇവിടെ അമേധ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മത്സ്യമാംസാദികൾ, അതൊക്കെയാണ്. ഇനി 11ാമത്തെ ശ്ലോകം നമുക്ക് നോക്കാം. അന്നേരം യജ്ഞങ്ങൾ അഫലാകാംക്ഷി, അതിൻ്റെ ഫലം ആഗ്രഹിക്കാതെ, വിധിദിഷ്ടോ യ ഇച്ഛ്യതേ, വിധി അനുസരിച്ച് യജ്ഞം ചെയ്യുന്നു. അന്നേരം ശാസ്ത്രാനുസൃതമായിട്ട് ഭൗതിക ആഗ്രഹങ്ങളൊന്നും വെക്കാതെ ഉത്തരവാദിത്തം എന്നുള്ള രീതിയിൽ ചെയ്യുന്ന യജ്ഞങ്ങൾ, പേരും പ്രശസ്തിക്കും വേണ്ടി ചെയ്യാത്ത, അത് സാത്വിക യജ്ഞമാണ് എന്ന് മനസ്സിലാക്കണം. പക്ഷെ ഫലത്തെ ആഗ്രഹിച്ചുകൊണ്ട് അഹങ്കാരത്തിന് വേണ്ടി ചെയ്യുന്ന യജ്ഞങ്ങൾ, അതെന്തായിരിക്കും? രജോ ഗുണത്തിലുള്ള യജ്ഞമായിരിക്കും. ശരിയായിട്ടുള്ള വിധി അല്ലാതെ, അസിഷ്ടാനം, നിവേദ്യം കൊടുക്കാതെ, മന്ത്രഹീനം, മന്ത്രമില്ലാതെ, അദക്ഷിണം, ദക്ഷിണ കൊടുക്കാതെ, ശ്രദ്ധ വിരഹിതം, വിശ്വാസമില്ലാതെ യജ്ഞം താമസം പരിചക്ഷതേ, അത് തമോ ഗുണത്തിലുള്ള ആരാധനയാണ് എന്ന്, തമോ ഗുണത്തിലുള്ള യജ്ഞമാണ് എന്ന് പറയും. ഇനി 3 തരത്തിലുള്ള തപസ്യ ശരീരത്തിലുണ്ട്. എന്തൊക്കെയാണ്? ഈശ്വരനെ ആരാധിക്കുന്നത്, ബ്രാഹ്മണനെ, ഗുരുവിനെ, മുതിർന്നവരെ, അച്ഛനമ്മ, ശരീരത്തെ ശുദ്ധമാക്കി വയ്ക്കുക, ലളിതമായിട്ടുള്ള ജീവിതം, ബ്രഹ്മചര്യ വ്രതം, അഹിംസ, ഇതൊക്കെ ശരീരത്തിൻ്റെ തപസ്യാണെന്ന് പറയും. അന്നേരം തപസ്യകൾ പറഞ്ഞല്ലോ, 3 തരത്തിലുള്ള തപസ്യകൾ ഏതൊക്കെയാണ്? കമന്റ്സിലിട്ടെ.
സാത്വിക തപസ്യ, രജോഗുണത്തിലുള്ള തപസ്യ, തമോ ഗുണത്തിലുള്ള തപസ്യ. സത്വഗുണത്തിലുള്ള തപസ്യ എന്തിനാണ്? ഭൗതിക ആഗ്രഹമൊന്നും ഇല്ലാതെ ഉത്തരവാദിത്തം എന്നുള്ള രീതിയിൽ നല്ലൊരു ശ്രേയസ് കാര്യത്തിന് വേണ്ടി ചെയ്യുന്ന തപസ്യയെ സാത്വിക തപസ്യ. ഇനി രജോഗുണത്തിലുള്ള തപസ്യ എന്ന് പറഞ്ഞാൽ അഹങ്കാരത്തിന് വേണ്ടി, കാമപൂർത്തീകരണത്തിനും വേണ്ടി, സ്വാർത്ഥതയ്ക്കും വേണ്ടി ചെയ്യുന്ന തപസ്യ, അത് രജോഗുണത്തിലുള്ള തപസ്യ. തമോ ഗുണത്തിൽ മറ്റുള്ളവരെ ദ്രോഹിക്കുകയും വിഷമിപ്പിക്കുകയും ഹൃദയത്തിലിരിക്കുന്ന പരമാത്മാവിനെ തന്നെ ദ്രോഹിക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ, അതൊക്കെ എന്താണ്? തമോ ഗുണത്തിലുള്ള തപസ്യ.